ഹായ്, നമുക്ക് ഫിലോടാക്സിയെക്കുറിച്ച് പരിചയപ്പെടാം. സ്റ്റെമ്മിൻ്റെ മുകളിൽ ലീവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഫിലോടാക്സി എന്ന് പറയുന്നത്. 3 തരം ഫിലോടാക്സിയാണ് പ്രധാനമായുള്ളത്. 1 ഓൾട്ടർനേറ്റ് ഫിലോടാക്സി, 2 ഓപ്പോസിറ്റ് ഫിലോടാക്സി, 3 വേൾഡ് ഫിലോടാക്സി. എന്താണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി? ഒന്ന് ഇടവിട്ട രീതിയിൽ ഒരു നോഡിൽ നിന്നും ഒരു ഇല ഉണ്ടാകുന്നതിനെയാണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി 2 ടൈപ്പ് ഉണ്ട്, ഡിസ്റ്റിക്കസും സ്പൈറലും. ഡിസ്റ്റിക്കസ് എന്താണെന്ന് നോക്കാം. ഇലകൾ ഒന്നിടവിട്ട രീതിയിൽ 2 റോകളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിന് എക്സാമ്പിളാണ് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ ആദച്ചക്ക. രണ്ടാമതാണ് സ്പൈറൽ. ഇതിൽ ഇലകൾ സ്പൈറൽ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഹിബിസ്കസ്. എന്താണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി? ഓപ്പോസിറ്റ് ഫിലോടാക്സി ഒരു നോഡിൽ നിന്നും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡിൽ ഇലകൾ ഉണ്ടാകുന്നു. ഇവ 2 തരത്തിലാണ് കാണുന്നത്, ഡെക്യുസൈറ്റ് എന്നും സൂപ്പർ പോസ്റ്റ്. ഡെക്യുസൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2 മുകളിലത്തെയും താഴത്തെയും ഓരോ ജോഡി ഇലയുടെ ഇടയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ജോഡി ഇല കാണപ്പെടുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഇക്സോറ പ്ലാന്റിൽ കാണാവുന്നതാണ്. അടുത്തതാണ് സൂപ്പർ പോസ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ പോസ്റ്റ് ഇലകളിൽ ഓപ്പോസിറ്റ് ഇലകൾ ഒരു വെർട്ടിക്കൽ ലൈനിന് ഇരുവശത്തുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് ഗോവ അല്ലെങ്കിൽ പേരക്ക. അടുത്തത് തേർഡ് വണ്ണാണ് വേൾഡ് ഫിലോടാക്സി. ഈ വേൾഡ് ഫിലോടാക്സിയിൽ 2ൽ കൂടുതൽ ഇലകൾ ഒരു നോഡിന് ചുറ്റും ഉണ്ടാകുന്നു. അതിന് എക്സാമ്പിളാണ് നീരിയം അഥവാ അരളിച്ചെടി, അലമാൻഡ അല്ലെങ്കിൽ നമ്മൾ കൊളാമ്പിച്ചെടി എന്നൊക്കെ പറയുന്നത്, ആൽസ്റ്റോണിയ ഏഴംപാല എന്നറിയപ്പെടുന്ന പ്ലാന്റ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.